ആരുമില്ലാത്ത കൊച്ചാണളിയാ. അവക്ക് പ്രവിയെ ഇഷ്ടമാ, അത് അവളെ കണ്ണിൽ കാണാം. നീ ഈ നമ്പറിൽ ഇറക്കിയില്ലെങ്കിലും അവള് സമ്മതിച്ചേനെ. അളിയാ, ഞാൻ പിന്നീടല്ലേ സംഗതികൾ അറിഞ്ഞത്. അമ്മയും മോളും ഒറ്റയ്ക്കാ താമസിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ പണ്ടേ അവരെ കളഞ്ഞിട്ട് പോയി. നാട്ടുകാരിടപെട്ട് കൊച്ചിനെ ഏതോ അനാഥാലയത്തിലാക്കാനുള്ള പ്ലാനായിരുന്നു. ഞാനിങ്ങനെ ഒരു നമ്പർ ഇട്ടതുകൊണ്ട് ആ കൊച്ചിന്റെ മുഴുവൻ കൺട്രോൾ ഇപ്പം നമ്മളെ കയ്യിലായി. അല്ലെങ്കിൽ നാട്ടുകാരുടെ കാല് പിടിക്കേണ്ടി വന്നേനെ നമ്മൾ ആ കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. സംഗതി ശരി. ഈ പൈസയുടെ കാര്യം എങ്ങനെ? എല്ലാം കൂടെ നല്ല ചെലവില്ലേ? ഈ കേസ് നടത്തി എന്റേലും അവന്റേലും ഒന്നുമില്ലാന്ന് നിനക്കറിയാലോ. എന്തോ കളിയത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. 10,000 രൂപ കേസല്ലേ ഉള്ളൂ. നാളെ രാവിലെ കാശുമായിട്ട് ഞാൻ ഇവിടെ വരും. അച്ഛാ, ഈ മാമനിത് അങ്ങോട്ട് പോണേ? ആ കാശൊപ്പിക്കാൻ പോണതാ. ഉള്ള കടങ്ങളെല്ലാം വീട്ടിയിട്ട് വേണം അവളെ നിന്റെ പെണ്ണാക്കി നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അല്ല അച്ഛാ, മാമനിത് എവിടെ നിന്ന് കിട്ടും ഇത്രയും കാശ്? പറഞ്ഞതുപോലെ ചെയ്യണവനാവൻ. സ്വന്തം ജീവിതം മറന്ന് വർഷം കുറെ ആയില്ലേ നമ്മളെ നോക്കി നടക്കുന്നു. പാവം. ചെയ്യുന്നതെല്ലാം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് എപ്പോഴും പറയും. വീട്ടുകാർ വണ്ടി എടുത്തരാന്ന് പറഞ്ഞ തേച്ചറേ അപ്പൊ നടക്കൂലല്ലേ? അതുകൊണ്ടല്ലേ നടക്കണത്. നോക്കൂ, 2 വർഷത്തിനകത്ത് ഞാൻ വണ്ടി എടുക്കും. ഇപ്പൊ അടുത്ത് തന്നെ നീ ഒരു 5 വർഷമെങ്കിലും. അനിയാ, ഇങ്ങോന്നേ. എന്റെ മൊബൈല് കാണാതായി പോയി. ഈ നമ്പറിലൊന്ന് വിളിച്ചു തരാൻ പറ്റുമോ? ഈ നമ്പർ ബെല്ലുണ്ട്. സുനി, എവിടെടാ? ആശാനെ, നിങ്ങളാ? സൗണ്ട് കേട്ടോ പിടിച്ചല്ലേ ആശാനാണെന്ന്. പിന്നെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നീ മറ്റേ സാധനം എടുത്ത് നിങ്ങൾ വാ. ഞാൻ എന്റെ കുഞ്ഞമ്മേരെ മോളെ ജാതകം കൂടെ വന്നിക്കാണ്. വേണ്ട, ഞാൻ പറയണ നീ കേട്ടാ മതി. എന്തോന്ന് ആശാനെ? നീ സാധനം കൊണ്ട് അങ്ങ് വാ. പിന്നെ നീ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. ശരി, പെട്ടെന്ന് വരണം. ശരി ശരി, ഓക്കെ. ചേട്ടാ ചേട്ടാ എന്റെ ഫോണ്. ഞാൻ പോണു. എന്റെ ഫോണ്. നിന്റെ ഫോണാ? എന്റെ ഫോണോട്. ഓക്കെ ഓക്കെ. പോട്ടെ. നിന്റെ കളക്ഷൻസ് എല്ലാം ഇപ്പം പോയാനെ. ശശി, ആശാനെ റേറ്റ് എത്ര? ഇന്നത്തെ റേറ്റ് 300. അത് ഇച്ചിരി കൂടുതലല്ലേ? അത് ചെറുത്, ഇതല്പ വലുത്. കൊടുത്തെടുക്ക. കാശത് പിന്നെ അറ്റാക്കുള്ളവര് പൈസ അധികം തരണേ. പൈസ മുക്കല്ലേ? 2000, 3000, 4000, 5000. ഇത്ര വലുതായിട്ട് കുറെ നാളായി. കളക്ഷൻ എങ്ങനെ ഉണ്ട്? വിഷയം അറിയാടാ? ഇല്ല, നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. അലക്കി എന്റെ വെള്ളം ഉണ്ടായുണ്ട്. ഇരുന്നിരുന്നൊരു മുണ്ട് കൊടുത്തപ്പോ ഇങ്ങനെ. ഇതേനാടാ നല്ലത്. ഇതാകുമ്പോ ഇരുന്ന് വിടാ, നിന്ന് വിടാ. തന്നെ ഇതാണ് മറിയ. മര്യാദയ്ക്ക് അവിടെ ഇത് കണ്ടാ പോരെ. എന്റെ പേര് നാളും എല്ലാം അറിയണം. സുനി, നീ പോയി ബോർഡ് തൂക്കും. അടുത്ത ഷോ ആളുണ്ടല്ലോ. പിന്നെ ഇനി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഓട്ടം പിടിച്ചെന്നാ കമ്മീഷൻ തരുമോ? പിന്നെ തരാം. എന്നാ ഈ ഓട്ടത്തിൽ നിന്ന് ആ കമ്മീഷൻ കുറ കേട്ടാ. ചേട്ടാ,
എന്നെ കൂടെ കൂടെ കൊണ്ടുപോകൂ. പറ. പോ തരത്തി പോയി കളി. എനിക്ക് ഈ തരാണ് ഇഷ്ടം. മാളു വാ. അപ്പൊ ശരി, അമ്മാവന്റെ ഇത് കൊടുക്കൂ. പോയിട്ട് വരാം. ഏ? വണ്ടിയിൽ ഒരുപാട് സ്ഥലമുണ്ട്. എന്നെ കൂടെ വിളിക്കായിരുന്നു. ഇതോടെ വെച്ചോ. ശരി കുഞ്ഞെ. ടാറ്റ. ആ വണ്ടി എടു. മാണു അത് കൊടുക്കണേ. ഈശ്വര. ഒന്ന് കുലുക്കാതെ ഓട്ടിയിടടെ. എന്റെ വയസ്സായ ആൾക്കാരാണ്, എല്ലാം ഊരി തെറിയും. എന്തോ അളിയാ അത്? പാവം മാമന് പണി കിട്ടി. അത് വാടകയുടെ ചീട്ടാച്ച. ആഹാ, വേഗം എടുത്തിറക്കടോ, സമയം പോന്നു. ആ ശരിയാക്കാം. ശ്രദ്ധിച്ച് ചെയ്യേ. ആ ശരിയാക്കാം. ഇവിടെ താനിക്ക് വന്നേ. എന്തേട്ടാ? ഇവിടെ വല്ല വിലപിടിപ്പുള്ള സാധനം ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് നമുക്ക് 50. ശരി ശരി. എടുക്ക് വേഗാട്ടോ. എന്ത് വാട ചെയ്ത് വണ്ടി വന്നു. എടി, സ്വന്തം അച്ഛനാണെന്നുള്ളത് പോട്ടെ, ഇത്രകാലം വളർത്തിയ നന്ദികളെ കാണിക്കടി ആ മനുഷ്യനോട്. ആരോട് എന്ത് പറയാണെന്ന് എനിക്കറിയാം. മാമൻ നിന്നത്ത് ഇടപെടണ്ട. അതെ, പറഞ്ഞ വാക്കിന് വ്യവസ്ഥ വേണം. മക്കളെ, ഞങ്ങൾക്ക് ആർക്കും വേണ്ട നിന്റെ വീട്. പക്ഷെ ഒരു 3 ആഴ്ചത്തെ സമയം നീ എനിക്ക് തരണം. അച്ഛനാണെന്നൊന്നും നോക്കണ്ട, ഏതൊരു കളവന്റെ അപേക്ഷയാണെന്ന് കരുതിയാൽ മതി. നിന്റെ അമ്മയെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് കിടത്തിയത് ഈ മുറ്റത്താ. ഒരു മരുമോൻ വന്നിരിക്കുന്നു. അവന്റെ വിചാരം. അവനെയൊക്കെ കളി എന്റെ അടുത്ത് നടക്കില്ല, ഞാൻ കാണിച്ചു കൊടുക്കാം.